കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയ ക്വിസ് മത്സരത്തിൽ ചോദിച്ച ഒരേ ഒരു ചോദ്യം. ആ ചോദ്യം കാരണം ഇന്ന് നിലത്ത് നിൽക്കക്കള്ളിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിറളി പൂണ്ടിരിക്കുകയാണ് നമ്മുടെ സതീശൻ സർക്കാരും ഒപ്പം ഇടത് മുന്നണിയും. ഇവരെല്ലാം ഒരേപോലെ വിറപ്പിച്ച വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാര്യം വേറെയൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കുമ്പള ഉപജില്ലകളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫ്രീഡം ക്യൂസ് എന്ന മത്സരം നടക്കുകയുണ്ടായി. ആ മത്സരത്തിൽ ചോദിച്ച നിർണായക ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര സേനാനി ആര്? ഈ ചോദ്യത്തിന് ഉത്തരമായി വി.ഡി. സവർക്കർ എന്ന് ഉത്തരസൂചികയിൽ കണ്ടതോടെ കോൺഗ്രസിന്റെയും അവരുടെ അന്തോണികളായ ലീഗിന്റെയും സമനില തെറ്റിയിരിക്കുകയാണ്. ഈ ചെറിയൊരു ചോദ്യം വന്നതു മുതൽ കോൺഗ്രസ് നേതാക്കൾ ഉറക്കെ കരയാൻ തുടങ്ങിയിരിക്കുകയാണ്. അയ്യോ, ഞങ്ങൾ മൂടി വെച്ച ചരിത്രം പുറത്തു വന്നേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുകയാണിവർ. വി.ഡി. സവർക്കറുടെ പേര് കേട്ടാൽ മാത്രം കോൺഗ്രസിന് ഇത്രയധികം വിറയൽ വരുന്നത് എന്തിനാണ്? സ്വതന്ത്ര സമരത്തിന്റെ യഥാർത്ഥ ചരിത്രം പുറത്തു വരുമ്പോൾ ഇവർ എന്തിനാണ് ഇത്രമാത്രം പേടിക്കുന്നത്? എന്തിനാണ് ഈ സത്യങ്ങളെ ഇത്രയധികം ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഒരു ക്വിസ് മത്സരത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ പേരിൽ സ്കൂൾ അധ്യാപകരെ പോലും വേട്ടയാടാനും സസ്പെൻഡ് ചെയ്യാനും ഇവർ തിടുക്കം കാണിക്കുന്നത്? ചരിത്രത്തെ വെള്ളപൂശി ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്ന കോൺഗ്രസിന്റെയും ഇടത് സർക്കാരിന്റെയും ഈ മുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര സേനാനി ആരായിരുന്നു? കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരത്തിൽ സതീശൻ സർക്കാർ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. CPM-ഉം ഈ ഉത്തരത്തിന് മുന്നിൽ മുട്ടിടയ്ക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം വീർ സവർക്കർ എന്നതാണ്. 1910 മുതൽ 1924 വരെ 14 വർഷമാണ് അദ്ദേഹം കാലാപ്പാനി ജയിലിൽ അടച്ചത്. ബ്രിട്ടീഷ് സർക്കാർ ഏറ്റവും അധികം ഭയന്ന സ്വതന്ത്ര സമര പോരാളിയായിരുന്നു സവർക്കർ. മറ്റൊരു 13 വർഷത്തോളം വ്യവസ്ഥകളോടെ ഭാഗിക തടവും അനുവദിച്ചു. ഇതുകൂടി കണക്കിലെടുത്താൽ 27 വർഷമാകും തടവ് ജീവിതം. കൊട്ടിഘോഷിച്ച നെഹ്റുവും ഗാന്ധിയും ഒന്നും ഇത്രയും കാലം തടവിൽ കിടന്നിട്ടില്ല. മത്സരത്തിൽ ചോദിച്ച ആ ചോദ്യം കൃത്യമായി കേട്ടോളൂ: ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര സേനാനി ആര്? ഈ ചോദ്യത്തിന് ഉത്തരസൂചികയിൽ നൽകിയിരുന്ന ശരിയായ ഉത്തരം വീർ സവർക്കർ എന്നതായിരുന്നു. എന്നാൽ പിന്നെ ഇതല്ലേ യഥാർത്ഥ ചരിത്രം? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വർഷങ്ങളോളം ഏകാന്ത തടവിൽ കഴിഞ്ഞ ഒരു പോരാളിയുടെ പേര് ഒരു ക്വിസ് മത്സരത്തിൽ വന്നാൽ എന്തിനാണ് ഇത്രമാത്രം സമനില തെറ്റുന്നത്? പക്ഷേ നമ്മുടെ കേരളത്തിലെ സതീശൻ സർക്കാരും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇതിനെതിരെ വാളെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഈ പച്ചയായ സത്യം സ്കൂൾ കുട്ടികൾ പഠിക്കുന്നത് കണ്ട് ഭയന്നോടിയ ഈ മതേതര മാന്യന്മാർ ഫ്രീഡം ക്വിസ് മത്സരത്തിൽ ഈ ചോദ്യം ഉൾപ്പെടുത്തിയതിന് ആ ഒരു സ്കൂളിലെ അധ്യാപകനെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വോട്ട് ബാങ്ക് പ്രീണനത്തിനും വേണ്ടി ഒരു അധ്യാപകന്റെ ജീവിതം തന്നെ വെച്ച് കളിക്കുന്ന ഇവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇനി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ സവർക്കറുടെ പേര് കേട്ടാൽ ഇത്രയധികം അലർച്ചയും ഭയവും വരുന്നത്? അതിനുള്ള ഉത്തരം പച്ചയായ ചരിത്രത്തിലുണ്ട്. സവർക്കർ അനുഭവിച്ച യാതനകളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരംശം പോലും അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിവേരുറയ്ക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആൻഡമാനിലെ കുപ്രസിദ്ധമായ ജയിലിൽ കാലാപ്പാനിയിൽ വർഷങ്ങളോളം ഏകാന്ത തടവും കൊടും പീഡനവുമാണ് അദ്ദേഹം അനുഭവിച്ചത്. 5 പതിറ്റാണ്ടിലേറെ കാലത്തെ കഠിന തടവിനാണ് ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ആഡംബര ജീവിതം നയിച്ചും ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തും രാഷ്ട്രീയ കളികൾ കളിച്ച കോൺഗ്രസിനും അവരുടെ പാത പിന്തുടരുന്ന ആളുകൾക്കും നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം സവർക്കറുടെ ഈ വലിയ ത്യാഗം എപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. തങ്ങളുടെ ചരിത്രത്തിലെ പൊള്ളത്തരങ്ങളും യഥാർത്ഥ സ്വതന്ത്ര സമര പോരാളികളെ തമസ്കരിച്ച കുറ്റബോധവും പുറത്തു വരുമോ എന്ന ഭയമാണ് ഈ ക്വിസ് ചോദ്യം വന്നപ്പോൾ തന്നെ കോൺഗ്രസിനെ ഇത്രമാത്രം വിറളി പിടിപ്പിച്ചത്. പക്ഷേ ഇവിടെയാണ് സതീശൻ സർക്കാരും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ കാപട്യം കാണേണ്ടത്. ഫ്രീഡം ക്വിസിൽ ഈ ചോദ്യം വന്നു എന്ന് കേട്ട ഉടനെ മുസ്ലിം ലീഗ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു.
ചരിത്രം പഠിപ്പിച്ച അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചരിത്ര വസ്തുത സ്കൂൾ കുട്ടികളുടെ അറിവിലേക്ക് എത്തുമ്പോൾ അത് വർഗീയതയായി ചിത്രീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് എത്രമാത്രം ലജ്ജാകരമാണ്. മുഗൾ ചക്രവർത്തിമാർ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തതും സാധാരണക്കാരുടെ മേൽ നികുതി അടിച്ചേൽപ്പിച്ചതുമൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വെള്ളപൂശി മാറ്റാൻ യാതൊരു മടിയുമില്ലാത്ത ഇവർക്ക് സവർക്കറുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സമനില തെറ്റുന്നു. ഫ്രീഡം ക്വിസിൽ ഈ ചോദ്യം ചോദിച്ചു എന്ന ഒറ്റ കാര്യത്തിന് ആ സ്കൂളിലെ അധ്യാപകനെ അവർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഒരു ചരിത്ര സത്യം വിളിച്ചു പറഞ്ഞ അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ കാണിക്കുന്ന ഈ ആവേശം കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും ഉള്ളിലെ ഭയമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. സവർക്കർക്കെതിരെ കോൺഗ്രസും ജിഹാദി ശക്തികളും ഉയർത്തുന്ന ഒരേ ഒരു ആയുധം അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകി എന്ന കള്ളപ്രചാരണമാണ്. എന്നാൽ സ്വന്തം കുടുംബത്തിന്റെയോ പാർട്ടിയുടെയോ ചരിത്രം അറിയാത്തവരാണ് ഇന്ന് ഈ മറുപടി പറയുന്നത്. കെ സുരേന്ദ്രൻ വളരെ ശക്തമായി വ്യക്തമാക്കിയതുപോലെ സവർക്കർ സ്വതന്ത്ര സമര സേനാനി അല്ലെന്നോ അദ്ദേഹം ദീർഘകാല ജയിലിൽ കിടന്നിട്ടില്ലെന്നോ ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ സെല്ലുലാർ ജയിലിൽ നേരിട്ട് അനുഭവിച്ച ആ മനുഷ്യനെതിരെ ഇത്തരം നുണകൾ പ്രചരിക്കുന്നവർ സ്വന്തം ചരിത്രത്തിലെ കറുത്ത പാടുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. ജയിലിൽ കിടന്നവർക്ക് ജാമ്യമോ നിയമപരമായ ഇളവുകളോ തേടേണ്ടി വരുന്നത് സാധാരണ നിയമ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ BJP ശക്തമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് സവർക്കർ ഈ രാജ്യത്തിന് വേണ്ടി അനുഭവിച്ച യാതനകൾ മറച്ചുവെക്കാൻ നോക്കുന്ന കോൺഗ്രസിന്റെയും ഇടത് സർക്കാരിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫ്രീഡം ക്വിസിന് ചോദ്യം തയ്യാറാക്കിയതിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു സ്കൂളിലെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ചരിത്രം പഠിക്കേണ്ടത് അനിവാര്യമല്ലേ? അപ്പോൾ ഈ ഒരു സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് VD സവർക്കറാണെന്ന ചരിത്ര വസ്തുത അടിസ്ഥാനമാക്കി ചോദ്യം തയ്യാറാക്കിയ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത ഈ നടപടി അങ്ങേയറ്റം ലജ്ജാകരം തന്നെയല്ലേ? BJP നേതാവ് സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ സർക്കാരിന് അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഏത് കോടതിയിലും അദ്ദേഹത്തിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാനാകും. സസ്പെൻഷൻ കാലയളവിലെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പലിശ സഹിതം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമെന്നും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും BJP നേതൃത്വം എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് കാലം മറുപടി നൽകുമെന്നും ഇതിൽ വ്യക്തമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, ചരിത്രം ഒരിക്കൽ മൂടിവെച്ചാൽ അത് ഇല്ലാതാവാൻ പോകുന്നില്ല. ഒരു ചെറിയ ക്വിസ് മത്സരത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും വേട്ടയാടുകയും ചെയ്തതിലൂടെ എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും അവരുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വതന്ത്ര സമരത്തിൽ വീര സവർക്കർ അനുഭവിച്ച കഠിനമായ യാതനകളും സെല്ലുലാർ ജയിലിലെ ഏകാന്ത തടവും ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വോട്ട് ബാങ്ക് പ്രീണനത്തിനു വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കാനും സത്യം വിളിച്ചു പറയുന്നവരെ ഭയപ്പെടുത്താനും നോക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നേ തീരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ ക്വിസ് ചോദ്യം വന്നപ്പോൾ അതിനെ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പമാക്കി മാറ്റുകയും ചരിത്രം പഠിപ്പിച്ച അധ്യാപകരെ വേട്ടയാടുകയും ചെയ്യുന്നതിലൂടെ കോൺഗ്രസും സർക്കാരും എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ചരിത്രം മൂടിവെച്ചാൽ അതാരും മറക്കാൻ പോകുന്നില്ല. എന്തായാലും കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.